മറ്റൊരു തെറ്റും അദ്ദേഹം ചെയ്തിരുന്നില്ല. ആ ജനതയെ അദ്ദേഹം കൊള്ളയടിച്ചിരുന്നില്ല. ആ ജനതയിലെ സ്ത്രീകളെ അദ്ദേഹം അപമാനിച്ചിരുന്നില്ല. ആ ജനതയെ ഏതെങ്കിലും നിലക്ക് കളിയാക്കുകയോ പരിഹസിക്കുകയോ അവരുടെ പൂർവ്വപിതാക്കളെ അദ്ദേഹം ചീത്ത പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയോ അള്ളാഹു ഏൽപ്പിച്ച ഒരു മഹത്തായ സന്ദേശം അവരുടെ കാതുകളിൽ എത്തിക്കുവാനുള്ള ആഗ്രഹത്താൽ അദ്ദേഹം ജനതയെ മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്കും ഇസ്ലാമിന്റെ സന്ദേശത്തിലേക്കും ക്ഷണിച്ചു. പക്ഷേ അവർ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. 13 വർഷക്കാലം അദ്ദേഹം പ്രബോധനം ചെയ്തു മക്കയിൽ. പിന്നീട് മദീനയിലേക്ക് പലായനം ചെയ്തു. പിന്നീട് അങ്ങോട്ട് മക്കയിലുള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. യുദ്ധങ്ങൾ, പരീക്ഷണങ്ങൾ, ഫിത്നകൾ, തന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, അങ്ങനെ എല്ലാം അനുഭവിച്ചു. പക്ഷേ പ്രബോധന ബാധ്യത അദ്ദേഹം നിർത്തിയതേയില്ല. തനിക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന ആളുകളുടെ കൈകളിൽ പോലും ഉറുക്ക് കണ്ടപ്പോൾ ആ ഉറുക്ക് അയച്ചു മാറ്റാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം എന്തിനാണ് എന്നെ അള്ളാഹു നിയോഗിച്ചയച്ചത് എന്ന ബോധം പ്രബോധനത്തിന്റെ ഒരു രംഗത്തും അദ്ദേഹം മറന്നുപോയിരുന്നില്ല. ഞാൻ തന്നെ സ്വയം ഒരു പ്രസ്ഥാനമായി മാറുകയാണോ? ഞാൻ തന്നെ ഒരു സ്വയം ദൈവമായി മാറുകയാണോ വേണ്ടത്? ഞാൻ പറയുന്ന മതവും എന്റെ ഒരു ആശയമായി ലോകത്ത് അറിയപ്പെടുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന് തനിക്ക് ബൈഅത്ത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൈകൊടുത്ത് തന്റെ പാർട്ടിയിലേക്ക് കൂട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുമായിരുന്നു. പക്ഷേ പ്രവാചക ദൗത്യം അതല്ലല്ലോ. പേഴ്സണലായിട്ട് വ്യക്തിപരമായ ദൗത്യമായിരുന്നില്ല, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന 10 ആളുകളിൽ 9 ആളുകൾക്ക് ബൈഅത്ത് നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10ാമന് കൈകൊടുക്കാൻ വിസമ്മതിച്ചു. എന്താണ്? കയ്യിൽ ഒരു ഉറുക്ക് കെട്ടിയിട്ടുണ്ട്. അതഴിക്കണം എന്ന് പറയാൻ, അത് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ പ്രവാചകനാണ് ഞാൻ. അത് പഠിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ഒരു അല്ലാഹുവിന്റെ ദൂതനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത് താങ്കൾക്ക് പറഞ്ഞു തരാതെ ഞാൻ താങ്കൾക്ക് കൈതരുന്നതിൽ അർത്ഥമുണ്ടോ? അതുകൊണ്ട് വരാനിരിക്കുന്ന മഹത്തായ ഒരു ലോകത്തിലെ ശിക്ഷയെ എല്ലാവർക്കും ഭയപ്പെടുന്നതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും രാവ് പകലൊരുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ മദീന പള്ളിയുടെ ഓരം ചേർന്ന് നിൽക്കുന്ന ആ കൊച്ചു വീട്ടിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം ഉച്ചയോടടുത്ത സമയത്ത് ഈ ലോകത്തോട് വിട പറയാൻ തയ്യാറായി നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പോലും തൗഹീദ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ് എന്ന മഹത്തായ ആശയം ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതാ ഒരു നബി നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ഒരു പ്രവാചകൻ, ഒരു റസൂൽ നിങ്ങൾക്ക് ഇതാ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ്, അങ്ങേയറ്റം താല്പര്യമുള്ള ആളാണ്. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാവുക എന്നത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. സത്യവിശ്വാസികളോട് ദയാലുവും അങ്ങേയറ്റം റഹ്മത്തുമുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള ഒരു ദൈവദൂതനാണ്, അങ്ങനെയുള്ള ഒരു റസൂലാണ്, അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന കാര്യം സത്യവിശ്വാസികളെ, ജനങ്ങളെ നിങ്ങൾ ഓർക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ചില ദൗത്യമുണ്ട്, നമുക്കും ചില ദൗത്യമുണ്ട്. ഈ 2 ദൗത്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നിടത്ത് തീർച്ചയായും ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും സ്വർഗമുണ്ട്. ഈ 2 ദൗത്യങ്ങളെ ഉൾക്കൊള്ളുന്നിടത്ത് നമുക്ക് സ്വർഗമുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താണത്? ഫഇൻ തവല്ലു ഫഇന്നഹു അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും. ജനങ്ങൾ പിന്തിരിഞ്ഞാൽ, പ്രവാചകനെ അവർ മറന്നാൽ, പ്രവാചകനെ വിട്ട് അവർ പോയാൽ
താങ്കൾ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഫഇന്നഹു അലൈഹി മാ ഹുമ്മില. പ്രവാചകൻ അല്ലാഹു ഒരു ദൗത്യം കൊടുത്തിട്ടുണ്ട്, അത് അദ്ദേഹം നിർവഹിക്കും. പ്രവാചകന്റെ ദൗത്യം പ്രവാചകൻ നിർവഹിക്കും. നമ്മളോ വഅലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങളെ ഏൽപ്പിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ അതും പൂർത്തീകരിക്കണം. പ്രവാചകന്റെ ദൗത്യം പ്രവാചകൻ പൂർത്തീകരിക്കട്ടെ. സമൂഹമേ, ജനങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്, ആ ദൗത്യം നിങ്ങളും പൂർത്തീകരിക്കണം. ഏതാണ് ആ ദൗത്യം എന്ന കാര്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യങ്ങളിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, എല്ലാ ഇരുട്ടിൽ നിന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ സത്യത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അറിയുക, പ്രവാചകൻ നമ്മളെ വിളിച്ചിട്ടുള്ളതെല്ലാം വെളിച്ചത്തിലേക്കാകുന്നു. ആരെങ്കിലും ഇങ്ങനെ ധരിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു കൽപ്പന, ഒരു നിർദ്ദേശം, ഒരു ആഹ്വാനം സ്വീകരിക്കുക വഴി ഞാൻ ഇരുട്ടിലായി പോയി എന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അറിയുക, അദ്ദേഹം പ്രവാചകനെ മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഞാൻ വെളിച്ചത്തിലായിരുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ ഇന്ന ചര്യ പിൻപറ്റുക വഴി, പ്രവാചകന്റെ ഇന്ന ആഹ്വാനം സ്വീകരിക്കുക വഴി ഞാൻ ഇരുട്ടിലായിരിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ വചനത്തിനും പ്രവാചകന്റെ ദൗത്യത്തിനും സമ്പൂർണമായും എതിരായ ഒരു വിശ്വാസവും ഒരു ജൽപ്പനവുമാണ് ആ വ്യക്തി നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം പ്രവാചകൻ നിങ്ങളെ എന്തൊന്നിലേക്ക് ക്ഷണിച്ചുവോ അതെല്ലാം പ്രകാശമാണ്. ഏതൊന്ന് നിങ്ങളോട് പാടില്ല എന്ന് പറഞ്ഞോ അതെല്ലാം ഇരുട്ടാണ്. യുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയദഉ അൻഹും യസ്റഹും വൽ അഗ്ലാല അല്ലതി കാനത് അലൈഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലത് മാത്രമേ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വിലക്കിയതെല്ലാം മോശപ്പെട്ട കാര്യങ്ങളാണ്, അതിലെവിടെയും നന്മയില്ല. പ്രവാചകൻ ഹറാമായി പഠിപ്പിച്ച എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം മോശമാണ്. ആരൊക്കെ നിങ്ങളോട് അത് നല്ലതാണെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഏതെല്ലാം രൂപത്തിൽ അത് നല്ലതാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചാലും, അല്ലാഹുവിന്റെ പ്രവാചകൻ ഹറാമാക്കിയതെല്ലാം ഹദീസുകളാണ്, മോശപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ അറാഫിലെ 157-ാമത്തെ വചനത്തിലൂടെ. അതുകൊണ്ട് തന്നെ നല്ലത് മാത്രം കൽപ്പിച്ച് തിന്മകളെല്ലാം വിലക്കി സകല ഭാരങ്ങളും സകല ചങ്ങലക്കെട്ടുകളും നമ്മളിൽ നിന്ന് മാറ്റിയ കാരുണ്യത്തിന്റെ ദൂതനായ നബിയുർ റഹ്മ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ദൗത്യം നമ്മളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരലാണ്. ആ ഒരു ആശയം, ആ ഒരു തത്വം, ആ ഒരു കാര്യം നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ കാണേണ്ടത്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ദൗത്യമാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ യഥാവിധി നമുക്ക് വ്യാഖ്യാനിച്ചു തരിക എന്നത്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഈ വേദഗ്രന്ഥത്തെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നത്, ഈ വേദഗ്രന്ഥത്തെ താങ്കൾ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണം. വേദഗ്രന്ഥത്തിലെ വചനങ്ങളെ വിശദീകരിച്ചു കൊടുക്കണം, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വേദഗ്രന്ഥം ആരുടെ വാക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. അമ്മാ ബഅദു ഫഇന്ന അഹ്സനൽ ഹദീസ് കിതാബുല്ലാഹ് എന്ന് നമ്മൾ എല്ലാ ഖുതുബത്തുൽ ഹാജയിലും നമ്മൾ കേൾക്കുന്നതാണ്. ഫഇന്ന അഹ്സനൽ ഹദീസ് കിതാബുല്ലാഹ്, വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ് ലോകത്തിലെ ഏറ്റവും നല്ല മാതൃകായോഗ്യമായ ജീവിതം. വഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. കാരണം ഏറ്റവും നല്ല വാക്ക് ഖുർആനാണെങ്കിൽ ഏറ്റവും നല്ല വ്യാഖ്യാനം ഖുർആനിന്റെ വ്യാഖ്യാനമല്ലേ? തീർച്ചയായും അതെ. ആ വ്യാഖ്യാനം നടത്തുവാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 44-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രവാചകന്റെ ദൗത്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം നൽകലാകുന്നു. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചില ആളുകൾ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയായിരുന്നു, മുഹമ്മദ് നബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ മഹാനായ ഒരു പ്രവാചകന്റെ ജീവിതം വിശദീകരിക്കാൻ എത്ര സമയമെടുക്കും ഒരാൾക്ക്?
പ്രവാചകന്റെ ജീവിതം വിശദീകരിക്കാൻ എത്ര സമയമെടുക്കും ഒരാൾക്ക്? നമ്മൾ തന്നെ പ്രഭാഷണം തുടങ്ങിയിട്ട് മണിക്കൂറുകളോളമായി, അരമണിക്കൂറിലധികമായി നമ്മളുടെ സംസാരം. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് അത്രയൊന്നും വേണ്ടി വന്നില്ല. വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെ മുഴുവൻ പറഞ്ഞു കൊടുത്തു. കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അതുകൊണ്ട് അത് പഠിക്കേണ്ടവരിന് ഖുർആൻ തുറന്നു നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ വചനം മുതൽ മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന വചനത്തിലൂടെ അവസാനിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 6200-ലധികം വരുന്ന വചനങ്ങളിൽ ഉൾക്കൊള്ളുന്ന ലോകങ്ങളുടെ നാഥനായ പടച്ച റബ്ബ് എന്തെല്ലാം മഹത്തരമായ സന്ദേശങ്ങളാണോ ലോകജനതയ്ക്ക് നൽകിയത്, ആ സന്ദേശങ്ങൾ മുഴുവൻ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പകർത്തി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ലോകത്ത് തുല്യതയില്ലാത്ത അത്ഭുതമാണത്. അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ തീർച്ചയായും മഹത്തരമായ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ 10 നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയാത്തവരാണ് ഒരു വേള ഞാനും നിങ്ങളും. 10 നിയമങ്ങൾ, 10 പോയിന്റുകൾ. ഈ 10 പോയിന്റും ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് പറയാൻ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും സാധിച്ചെന്ന് വരില്ല. എന്നാൽ ബൃഹത്തായ പരിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം കൽപ്പനകളുണ്ടോ ആ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിൽ സംശീകരിച്ച് പ്രാവർത്തികമാക്കി ജനതക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആ ജീവിതത്തെ തന്റെ ജീവിതമാണ് ഖുർആൻ എന്ന് പറയാൻ ധൈര്യം കാണിച്ച, തന്റെ ജീവിതത്തെ നോക്കി ഖുർആനിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാൻ മാത്രം വിപുലവും സമ്പുഷ്ടവുമായ ഒരു ജീവിതമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്തിയിട്ട്, പ്രവാചകന്റെ ഹദീസുകളെ മാറ്റി നിർത്തിയിട്ട്, പ്രവാചകന്റെ ജീവിതത്തെ നമുക്ക് വരച്ചു കാണിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും അനുവാദങ്ങളും നമുക്ക് വിശദീകരിച്ചു തരുന്ന ഹദീസുകളെ മാറ്റി നിർത്തിയിട്ട് നമുക്കെങ്ങനെ ഖുർആൻ പഠിക്കാൻ കഴിയും? നമുക്കെന്നെ എങ്ങനെ ആ കാരുണ്യത്തിന്റെ പ്രവാചകനെ മനസ്സിലാക്കാൻ കഴിയും? സാധ്യമല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ദൗത്യം ഏറ്റവും മുസ്തഖീമായ വഴിയിലേക്ക് നമ്മളെ വഴി നടത്തലാണ്. ഏറ്റവും നേരായ പാത. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത് വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. സൂറത്തു ശൂറയിലെ വചനമാണ്. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. പ്രവാചകരെ, തീർച്ചയായും താങ്കൾ ഏറ്റവും മുസ്തഖീമായ നേരായ ചൊവ്വായ മാർഗത്തിലേക്കാണ് നയിക്കുന്നത്. കാരണം എന്താണ്? ഖുർആനിന്റെ വ്യാഖ്യാതാവിന്റെ ജീവിതം അങ്ങനെ അല്ലാതായി തീരുമോ? കാരണം ഖുർആൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഖുർആൻ നയിക്കുന്നത് ഏറ്റവും അഖ്വമായ മാർഗത്തിലേക്കാണ്. സൂറത്തുൽ ഇസ്രായിലെ വചനമാണ്. അപ്പോൾ ഏറ്റവും അഖ്വമായ ഒരു മാർഗത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിനെ ശരിയായ നിലക്ക് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന മഹാനായ പ്രവാചകൻ പിന്നെ അത്തരത്തിലുള്ള ഒരു വഴിയിലേക്കല്ലാതെ നമ്മളെ വിളിക്കുമോ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഏറ്റവും നേരായ, ഏറ്റവും ചൊവ്വായ വഴിയാണ്. അതിനേക്കാൾ ചൊവ്വായതും അതിനേക്കാൾ മനോഹരവുമായ ഒരു വഴി ലോകത്ത് ഒരാൾക്കും ഒരു സമൂഹത്തിനും നൽകുക സാധ്യമല്ല. ഈ 3 തത്വങ്ങൾ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഈ 3 തത്വങ്ങൾ പ്രവാചകനെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട ഒരു വ്യക്തി താഴെ പറയുന്ന 20 പോയിന്റുകൾ ആ വ്യക്തി അയാളുടെ ബാധ്യതയായി സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ആ 20 പോയിന്റുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം ഖുർആനിന്റെ വ്യാഖ്യാനമാണ് എന്നാരെങ്കിലും ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നേരായതിലേക്ക് മാത്രമാണ് വഴി നടത്തുന്നത് എന്ന് ആരെങ്കിലും യഖീനോടുകൂടി ഹൃദയത്തിൽ ഉറച്ചു കരുതുന്നുവെങ്കിൽ, താഴെ പറയുന്ന 20 കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമത്, നമ്മൾ അറിയുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ വചനത്തിൽ തന്നെ പറയുന്നത്, യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വർ റസൂൽ ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനികും വഅതീഉല്ലാഹ വറസൂലഹു
ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണോ, വിശ്വാസികളാണോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചവരാണോ നിങ്ങൾ, എങ്കിൽ അത്തിയുല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. മുഅ്മിനാണോ എങ്കിൽ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പോയിന്റ്, അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കിയ ആളുകളെ നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ ഈമാനിൽ പെട്ടതാകുന്നു, ഈമാനിന്റെ ഭാഗമാകുന്നു. അപ്പോൾ പിന്നെ അനുസരണക്കേടോ, അത് തീർച്ചയായും ഈമാനിന് ഓപ്പോസിറ്റ് ആയിരിക്കും. തീർച്ചയായും പ്രവാചകനോടുള്ള സമ്പൂർണമായ ധിക്കാരം അതിന്റെ സ്വഭാവം അനുസരിച്ച്, അതിന്റെ കാഠിന്യമനുസരിച്ച് അത് കുഫറായി തീരുകയും ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം. ഖുൽ അത്തിയുല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. പറയുക, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, നിങ്ങൾ പിന്തിരിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളെ ഇഷ്ടപ്പെടുന്നില്ല. വല്ലാത്ത പ്രയോഗം. അല്ലാഹുവിന്റെ വചനം, റബ്ബിന്റെ വാക്ക്, അല്ലാഹുവിന്റെ പ്രവാചകനെ വിട്ട് പിന്തിരിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളെ ഇഷ്ടപ്പെടുന്നതല്ല. ശരി, മൂന്നാമത് നമ്മൾ പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട് ഞങ്ങൾക്ക് റഹ്മത്ത് വേണമെന്ന്, നമ്മൾ പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട് ഞങ്ങൾക്ക് ഹസനത്ത് രേഖപ്പെടുത്തണമെന്ന്, നമ്മൾ പ്രാർത്ഥിച്ചു റബ്ബിനോട് നീ ഞങ്ങളെ സ്നേഹിക്കണമെന്ന്. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ റബ്ബിനോട് അങ്ങനെ പറഞ്ഞത്. അല്ലാഹുവിന്റെ സ്നേഹവും പൊരുത്തവും നമ്മൾ ആഗ്രഹിച്ചത് ആത്മാർത്ഥമായിട്ടാണോ എങ്കിൽ പടച്ച റബ്ബിന്റെ സ്നേഹം ലഭിക്കാനുള്ള മാർഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാകുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങളെ അല്ലാഹു സ്നേഹിക്കും. അതല്ലേ നമുക്ക് വേണ്ടത്. അതിനപ്പുറം ഒരു സത്യവിശ്വാസിക്ക് മറ്റൊന്ന് വേണ്ടതില്ല, അതിനപ്പുറം മനുഷ്യന് മറ്റൊന്ന് ലഭിക്കാനില്ല. ആകാശഭൂമികളുടെ രക്ഷിതാവായ അല്ലാഹു, എന്റെ സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബ് എന്നെ സ്നേഹിച്ചാൽ പിന്നെ എന്നെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, എന്നെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അത്വായിഫത്തുൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന വിഭാഗം എന്ന് പറയാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കും. അല്ലാഹു സ്നേഹിച്ചവനെ പരാജയപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരാൾക്കും സാധ്യമല്ല തന്നെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യട്ടെ. നാലാമത്തത്, നാം നമ്മളുടെ സ്നേഹം, പടച്ചറബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പല നിലക്കും പലതും കാട്ടിക്കൂട്ടാറുണ്ട്. ജനങ്ങൾ അവരുടെ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിലെല്ലാം പല നിലക്കുമുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടാറുണ്ട്. എന്താണ് അവരുടെ ലക്ഷ്യം? റബ്ബിനോടുള്ള ഞങ്ങളുടെ മുഹബ്ബത്ത് ഇൽഹാർ ചെയ്യണം, പ്രകടിപ്പിക്കണം. എങ്കിൽ അതിനുള്ള മാർഗം ഒന്നേ ഒന്ന് മാത്രം. അതേതാണ്? അതും നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാകുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റലാണ് അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യ്, എന്നെ ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ജീവിക്കൂ. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫസഅതുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ അല്ലദീന യത്തബിഊന അർറസൂലൻ നബിയ എന്റെ റഹ്മത്ത് എല്ലാറ്റിലും വിശാലമാണ്. പക്ഷേ ഞാനത് രേഖപ്പെടുത്തുന്നത് ചില ആളുകൾക്ക് മാത്രമാണ്. ആരാണവർ? അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്ന ആളുകൾക്ക് ഞാനത് രേഖപ്പെടുത്തും. ഇത് റബ്ബിന്റെ വാക്കാണ്, നമ്മളുടെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ വാക്കാണ്. ഏതൊരു റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഏതൊരു റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ഏതൊരു റബ്ബിന്റെ വേണ്ടിയാണോ നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പ് നോക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, ഉംറയ്ക്ക് വേണ്ടി പോകുന്നത്, ഏതൊരു റബ്ബിന്റെ വേണ്ടിയാണോ നമ്മൾ ഖുർആൻ ഓതുന്നത്, അതുപോലെ തന്നെ മതപരമായ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ നമ്മൾ
നമ്മൾ പ്രവർത്തിക്കുന്നത് ഏതൊരു പടച്ചറപ്പിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണോ ആ പടച്ചറപ്പാണ് പറയുന്നത് നിങ്ങൾക്കത് ലഭിക്കണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയല്ലാതെ നിർവാഹമില്ല. അങ്ങനെയാണ് നിങ്ങൾ ആ മുഹബ്ബത്ത്, ആ സ്നേഹം നിങ്ങൾ പ്രകടമാക്കേണ്ടത്. അഞ്ചാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിക്കൽ നിഫാഖിന്റെ കാപട്യത്തിന്റെ അടയാളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ പഠിപ്പിച്ചു. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വ ഇലാ റസൂൽ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ. അല്ലാഹുവിനെ അനുസരിക്കൂ, പ്രവാചകനെ അനുസരിക്കൂ എന്നൊരു സമൂഹത്തോട് പറയപ്പെട്ടാൽ മുനാഫിക്കുകൾ, ഹൃദയത്തിൽ കാപട്യമുള്ള ആളുകൾ പ്രവാചകനെ വിട്ടു മാറിപ്പോകുന്നത് നിനക്ക് കാണാം. ഹൃദയത്തിൽ നിഫാഖിന്റെ അടയാളമുള്ള ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് വന്ന ഒരു വചനത്തിനെതിരെ മുഖം തിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു ഗൗരവത്തോടുകൂടി ഖുർആനിൽ താക്കീത് ചെയ്യുന്നു, ആ നിഫാഖിൽ നിന്ന് സത്യവിശ്വാസികളെ നിങ്ങൾ മാറി നിൽക്കുക. പ്രവാചകനോടുള്ള അനുസരണമില്ലായ്മ, പ്രവാചകനെ അകന്നു മാറി നിൽക്കൽ നിഫാഖിന്റെ ലക്ഷണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി. ആറാമത്തത്, അങ്ങനെ പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കൽ നിഫാഖിന്റെ അടയാളമാണെങ്കിൽ ഈമാനിന്റെ പൂർത്തീകരണം പ്രവാചകനുള്ള സമ്പൂർണമായ അനുസരണമാണ്. അതാണ് ആറാമത്. സൂറത്തുൽ നിസായിലെ തന്നെ വചനം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. മുഹമ്മദ് നബിയെ താങ്കളെ ദൈവദൂതനായി അയച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബ് തന്നെയാണ് സത്യം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞ ആ റഹ്മത്തായി നിയോഗിച്ചയച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബ് തന്നെയാണ് സത്യം. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ എന്ന് ഏതൊരു പ്രവാചകനെ കുറിച്ച് ഏതൊരു റബ്ബാണോ പറഞ്ഞത് ആ റബ്ബ് തന്നെയാണ് സത്യം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി എന്ന് ആ പ്രവാചകനെ കുറിച്ച് ഏതൊരു റബ്ബാണോ പറഞ്ഞത് ആ റബ്ബ് തന്നെയാണ് സത്യം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂല എന്ന് ഏതൊരു പ്രവാചകനെ കുറിച്ച് ഏതൊരു റബ്ബാണോ പറഞ്ഞത് ആ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ ലാ യുഅ്മിനൂൻ അവർക്ക് വിശ്വാസികളാവാൻ സാധ്യമേ അല്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. താങ്കളെ ഒരു വിഷയത്തിൽ അവർ വിധികർത്താവായി സ്വീകരിക്കുകയും താങ്കളുടെ ഹുക്മ്, താങ്കളുടെ വിധി സമ്പൂർണമായി അനുസരിച്ചു പൂർണ്ണ തൃപ്തിയോടുകൂടി വയുസല്ലിമൂ തസ്ലീമാ അതിന് പൂർണ്ണമായും കീഴൊടുങ്ങുന്നത് വരെ അവർ പരിപൂർണരായ മുഅ്മിനുകളായി തീരുകയില്ല. അതിനാൽ പരിപൂർണമായ ഈമാനിന്റെ അടയാളം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും പിൻപറ്റുക, അനുസരിക്കുക എന്നതാകുന്നു. ഏഴാമത്തെ കാര്യം, സത്യവിശ്വാസികളുടെ സിഫത്ത്, മുഅ്മിനുകളുടെ സമൂഹത്തിന്റെ സിഫത്ത്, മുഅ്മിനുകളുടെ വിഭാഗത്തിന്റെ സിഫത്ത്. അവർ ഒരു ഗ്രൂപ്പാകട്ടെ, ഒരു സംഘമാകട്ടെ, ഒരു വിഭാഗമാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, അവരുടെ സിഫത്തിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഖൗല് കേട്ടാൽ, പ്രവാചകൻ നമ്മളെ ഒരു വിഷയത്തിലേക്ക് ക്ഷണിച്ചാൽ അവർ എന്തു പറയും? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. ഇതാ ഖുർആനിലേക്ക് വരൂ, പ്രവാചകന്റെ സുന്നത്തിലേക്ക് വരൂ, കാരുണ്യത്തിന്റെ പ്രവാചകനെ ഫോളോ ചെയ്യൂ, പിൻപറ്റൂ എന്നവരോട് പറഞ്ഞാൽ അവർക്കൊന്നേ പറയാനുള്ളൂ, സമിഅന ഞങ്ങൾ കേട്ടു, വഅതാന ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തിനാണ് ഇവിടെ മാളിയായി ഉപയോഗിച്ചത്? ആ അനുസരണത്തിന്റെ ഉറപ്പ് കാണിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചോളാം എന്നല്ല, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു, ഓൾറെഡി അത് റെഡിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എങ്കിൽ ശരി തന്നെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇസ്രാ മിഅ്റാജിന് ശേഷം അറേബ്യയിലെ മുശ്രിക്കുകൾ ഇതാ താങ്കളുടെ കൂട്ടുകാരൻ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഇപ്രകാരം പ്രവാചകൻ പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധമായി എന്ന് പറയൽ മുഅ്മിനുകളുടെ സിഫത്തായിക്കൊണ്ട് സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. എട്ടാമത്തത്, ഹൃദയങ്ങളിൽ രോഗമുള്ള, മതത്തിൽ സംശയമുള്ളവരുടെ സ്വഭാവമാണ്
അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകളെ ധിക്കരിക്കലും പ്രവാചകന്റെ സുന്നത്തുകളെ കൈയൊഴിയലും എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. വഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ വഇയ്യകുൽ ലഹുൽ ഹഖ് യഅ്തു ഇലൈഹി മുദ്ഇനീൻ അഫീ ഖുലൂബിഹിം മറദുൻ അം ഇർതാബു അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ. ഇദാ അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്നവർ വിളിക്കപ്പെട്ടാൽ അവരിൽ ഒരു വിഭാഗം മുഖം തിരിച്ചു പോകും. സത്യം അവർക്ക് അനുകൂലമാണെങ്കിൽ മാത്രം അവർ പ്രവാചകനിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അവരെ കുറിച്ച് റബ്ബിന്റെ ചോദ്യം, അഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടോ? അതല്ല അനിർതാബു, അവർ സംശയാലുക്കളാണോ? ഇപ്പോഴും അവർക്ക് യഖീനായിട്ടില്ലേ? പ്രവാചകന്റെ ദിവ്യദൗത്യത്തിൽ അവർക്ക് വിശ്വാസം വന്നിട്ടില്ലേ? വേദഗ്രന്ഥത്തിന്റെ സത്യതയിൽ അവർക്ക് വിശ്വാസം വന്നിട്ടില്ലേ? പരലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും അവർക്ക് വിശ്വാസം ഉറച്ചിട്ടില്ലേ? അവർ സംശയത്തിലാണോ? അതല്ല ഹൃദയങ്ങളിൽ രോഗമുണ്ടോ? ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാത്ത ആളുകളാകുന്നു, പ്രവാചകനിൽ വിശ്വസിക്കാത്ത ആളുകളാകുന്നു. അതല്ല അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അല്ലാഹുവും റസൂലും നിങ്ങളെ വഞ്ചിക്കുമെന്നാണോ കരുതുന്നത്? റഹ്മത്തുൽ ആലമീൻ, റഹ്മത്തുൽ ആലമീൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, നമ്മളെ അദ്ദേഹം വഞ്ചിക്കുമോ? അദ്ദേഹം നമ്മളെ ചതിക്കുമോ? നമുക്ക് ഉചിതമല്ലാത്ത ഒരു കാര്യം പ്രവാചകൻ പഠിപ്പിച്ചു തരുമോ? നമുക്ക് ഭംഗിയില്ലാത്ത ഒരു കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമോ? ഈ ലോകത്തും പരലോകത്തും നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് കാരുണ്യത്തിന്റെ പ്രവാചകൻ നയിക്കുമെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഹൃദയത്തിന്റെ രോഗം തന്നെ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ 48, 49, 50 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നു. 9 കുഫറിന്റെയും അവിശ്വാസത്തിന്റെയും അധർമ്മത്തിന്റെയും കൂട്ടുകാരനാണ് പ്രവാചകനോടുള്ള അനുസരണക്കേട് എന്ന് സൂറത്തുൽ ഹുജുറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വസയ്യനഹു ഫീ വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഈമാനിനോട് നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ മുഹബ്ബത്താണ്. ഈമാനിനോടുള്ള ആ മുഹബ്ബത്ത് കാരണം നിങ്ങൾക്ക് 3 കാര്യങ്ങളോട് വെറുപ്പുമാണ്. 1 അൽ കുഫർ, സത്യനിഷേധം. 2 അൽ ഫുസൂഖ്, അധർമ്മം, തോന്നിവാസം. 3 വൽ ഇസ്യാൻ, അനുസരണക്കേട്. കാരണം ഈമാനിനോട് മുഹബ്ബത്ത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാൻ, ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ഈമാനിനോട് മുഹബ്ബത്ത് വേണം. അത് ഹൃദയത്തിന്റെയും ജീവിതത്തിന്റെയും അലങ്കാരമാകണം. വസ്ത്രത്തിന്റെയും വാഹനത്തിന്റെയും വീടിന്റെയും അലങ്കാരമാകണം. കൂട്ടുകൂടലിന്റെയും അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ എല്ലാം അലങ്കാരം ഈമാനാണ്. അള്ളാഹുവിനോടുള്ള അനുസരണമാണ്, പ്രവാചകനോടുള്ള അനുസരണമാണ്. ആ അനുസരണം നഷ്ടപ്പെട്ടാൽ ഈമാനിന്റെ മാധുര്യം എവിടെ? പ്രവാചകനെ ധിക്കരിച്ചാൽ ഈമാനിന്റെ മാധുര്യം എവിടെ? അതുകൊണ്ട് തന്നെ ആ മധുരം ആസ്വദിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ മധുരം ആസ്വദിച്ചവന് 3 കാര്യത്തോട് വെറുപ്പാണ്. 1 കുഫർ, മറ്റൊന്ന് ഫുസൂഖ്, മൂന്നാമത്തേത് ഇസ്യാൻ, അനുസരണക്കേട്. 10 അല്ലാഹുവിന്റെ കാരുണ്യം, റഹ്മത്ത്. അത് രേഖപ്പെടുത്തുന്നവർ അല്ലാഹുവിനെ അനുസരിക്കുന്നവരായിരിക്കും. വഅതിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. സൂറത്ത് ആലി ഇംറാൻ. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ലഭിക്കുന്നതാകുന്നു. 11ാമത്തേത് അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള അനുസരണക്കേട് വേദനയേറിയ ശിക്ഷയ്ക്ക് കാരണമായി തീരും. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾക്ക് വിപരീതം പ്രവർത്തിക്കുന്നവരെ, പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കുന്നവരെ കാത്തിരുന്നുകൊള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് അൻ തുസീബഹും ഫിത്ന, ഒരു ഫിത്ന നിങ്ങളെ പിടികൂടിയേക്കാം. ഔ യുസീബഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ നിങ്ങൾക്ക് വരികയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ പ്രവാചകനോടുള്ള അനുസരണക്കേട് കാണിക്കുന്നവർക്ക് തീർച്ചയായും അല്ലാഹുവിന്റെ ശിക്ഷ വരിക തന്നെ ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. 12 സന്മാർഗം പ്രവാചകനെ അനുസരിക്കുന്നതിലാകുന്നു. വഇൻ തുതിഊഹു തഹ്തദു. സൂറത്തുൻ നൂർ. നിങ്ങൾ പ്രവാചകനെ അനുസരിച്ചാൽ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും. അപ്പോൾ എത്ര കണ്ട് അനുസരണം കൂടുന്നുവോ അത്ര കണ്ട് വെളിച്ചം കൂടും. എത്ര കണ്ട് അനുസരണം കുറയുന്നുവോ അത്ര കണ്ട് വെളിച്ചം കുറയും. ഏതുപോലെ ഒരു വീട്ടിൽ എല്ലാ റൂമിലും ലൈറ്റ് ഉണ്ട്. എല്ലാ റൂമിലും ലൈറ്റ് ഇട്ടാൽ എല്ലാ റൂമിലും വെളിച്ചമുണ്ടാകും. എന്നാൽ ഏതെങ്കിലും ചില റൂമിൽ മാത്രമാണ് നമ്മൾ ലൈറ്റ് ഇടുന്നതെങ്കിലോ അവിടെ വെളിച്ചമുണ്ടാകും. ബാക്കി വീടിന്റെ മറ്റു പരിസര ഭാഗങ്ങളിലൊക്കെ
ആരെങ്കിലും അല്ലാഹുവിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാൽ, അല്ലാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ ആരെങ്കിലും ലംഘിച്ചാൽ, അവൻ നിത്യവാസിയായി കൊണ്ട് നരകത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ സന്മാർഗം ലഭിക്കേണ്ടവർ, സ്വർഗം ലഭിക്കേണ്ടവർ പ്രവാചകനെ അനുസരിക്കുക. ആരെങ്കിലും പ്രവാചകനോട് അനുസരണക്കേട് കാണിച്ചാൽ അവന് വലാലത്തും അതിലൂടെ നരകവുമായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. 16ാമത്തെ പോയിന്റ്, പ്രവാചകനെ അനുസരിക്കുന്ന ആളുകൾക്ക് ഒരു മഹത്തരമായ ഒരു ഓഫർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. എന്താണ് ആ ഓഫർ? 1,24,000 വരുന്ന അമ്പിയാക്കൾ നമ്മളവരെ കാണാൻ ആഗ്രഹിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, ലൂത്ത് നബിയുടെയും സാലിഹ് നബിയുടെയും ചരിത്രം, അങ്ങനെ കഴിഞ്ഞുപോയ എമ്പാടും അമ്പിയാക്കൾ പോകട്ടെ. അവസാന ദൈവദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ ദൂതനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നുവല്ലോ. ആ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മഹാന്മാരായ പ്രവാചകന്മാരെയും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ പ്രവാചകന്മാരുടെ അനുയായികൾ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, അവരെ അതുപോലെയുള്ള മറ്റു ഒട്ടനവധി സ്വഹാബികൾ, ലക്ഷത്തിലധികം വരുന്ന മഹാന്മാരായ സ്വഹാബികൾ, മഹത്തുക്കൾ, സാലിഹീങ്ങൾ, പുണ്യവാന്മാർ, നല്ല മനുഷ്യന്മാർ, ഈ ആളുകളുടെ കൂടെ ഒന്ന് കൂടാൻ, ഒന്നിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരാണെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ ദാലികൽ ഫദ്ലു മിനല്ലാഹ് വകഫാ ബില്ലാഹി അലീമാ. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവർ അമ്പിയാക്കളുടെ കൂടെയായിരിക്കും. നേരത്തെ പറഞ്ഞ അമ്പിയാക്കൾ, അതുപോലെ തന്നെ സിദ്ദീഖുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, ശുഹദാക്കൾ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഹംസ റളിയല്ലാഹു തആല അൻഹു, അതുപോലെയുള്ള ആളുകൾ, വസ്സാലിഹീൻ, അതിനുശേഷം വന്നിട്ടുള്ള മഹാന്മാരായ താബീങ്ങളും തബൂഅത്തുബാകളും തുടങ്ങി മഹാന്മാരായ ഇസ്ലാമിക ലോകത്തിലെ നല്ല മനുഷ്യന്മാർ, വഹസന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ്. ആ കൂട്ടുകാരല്ലേ മറ്റെല്ലാ കൂട്ടുകാരേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടത്? ദുനിയാവിൽ നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ കൂട്ടുകാരേക്കാൾ, നമ്മുടെ അയൽവാസിയേക്കാൾ, അതുപോലെ നാമുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഉണ്ടോ അവരെക്കാളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടത് ഇവരാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. 17ാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ പ്രവാചകനെ അനുസരിച്ചേ മതിയാകും. അല്ലേ? സ്വർഗലോകത്ത് സത്യവിശ്വാസികൾ പ്രവേശിപ്പിക്കപ്പെട്ടു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് റബ്ബ് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അന്ന് സത്യവിശ്വാസികൾ പറയുമത്രേ, അല്ലാഹുവേ, ഇത്രയും വലിയ നിഅമത്ത് കിട്ടിയിട്ട് ഇനി എന്താ പിന്നെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത്? എന്നാൽ അല്ലാഹു പറയും, അല്ല, ഒന്നുകൂടി നിങ്ങൾക്കുണ്ട്. അതെന്താണ്? നിങ്ങൾക്ക് എന്നെ കാണേണ്ടതില്ലയോ? വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, പ്രകാശപൂരിത ചില മുഖങ്ങളൊന്നുണ്ടാകും അള്ളാഹുവിനെ കണ്ണുകൊണ്ട് നേർക്ക് നേരെ നോക്കിക്കാണുന്ന രൂപത്തിൽ. 14 രാവിന്റെ ദിവസം പൂർണ്ണചന്ദ്രനെ ആകാശലോകത്ത് പ്രയാസങ്ങളില്ലാതെ നോക്കിക്കാണുന്നത് പോലെ ആകാശഭൂമികളുടെ നാഥനായ പടച്ചറപ്പിനെ കണ്ണുകൊണ്ട് നോക്കിക്കാണാനുള്ള മഹത്തായ ഭാഗ്യം അതാഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അറിയുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 18ാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ അനുസരിക്കലാണ്. പ്രവാചകനോടുള്ള അനുസരണക്കേട് അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോടുള്ള അനുസരണക്കേടാണ്.
നമ്മളിൽ ആരെങ്കിലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അവനേക്കാൾ വലിയ വിഡ്ഢിയാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരുത്തനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നാൽ റബ്ബ് നിങ്ങളെ കൈയൊഴിഞ്ഞാലോ, പടച്ച റബ്ബിനെ നിങ്ങളെ വേണ്ടാന്ന് വിചാരിച്ചാലോ, പിന്നെ ആര് നിങ്ങളെ സഹായിക്കും? ആര് നിങ്ങളെ സഹായിക്കും? അങ്ങനെയുള്ള റബ്ബിനെ വേണ്ട, ആ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കാനുള്ള ധൈര്യം ആർക്കാണുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള അനുസരണക്കേട്, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് പുണ്യം വേണ്ട, എനിക്ക് ആ നന്മ വേണ്ട, എനിക്ക് ആ സുന്നത്ത് വേണ്ട, ഞാൻ മതിയായവനാണ് എന്ന് പറയാൻ അഹങ്കാരികൾക്കല്ലാതെ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റിയേ മതിയാകൂ. അതാണ് 18ാമത്തെ കാര്യം. 19ാമത്തെ കാര്യം, മലക്കുകൾ ചോദിക്കും. ഖിയാമത്ത് നാളിൽ വേദനാജനകമായ ഒരു ചോദ്യം. സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. സത്യനിഷേധികളായ ആളുകളെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി തെളിച്ചുകൊണ്ടുപോകുന്ന മഅ്ശറ എന്ന ലോകത്ത് നരകലോകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ഹതഭാഗ്യവാന്മാരായ ആ മനുഷ്യന്മാരോട് ചോദിക്കും, എന്തേ ഇങ്ങോട്ട് വരാൻ കാരണം? ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകം അങ്ങ് അവിടെയില്ലേ? എന്തേ അങ്ങോട്ട് നിങ്ങൾക്ക് തടസ്സമുണ്ടായത്? തായ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗലോകം, എന്തേ നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ പ്രയാസമുള്ളത്? അതുപോലെ തന്നെ തേനിന്റെയും പാലിന്റെയും ശുദ്ധമായ വെള്ളത്തിന്റെയും മദ്യത്തിന്റെയും അരുവികൾ ഒഴുകുന്ന അതിവിശാലമായ സ്വർഗലോകത്തിലേക്ക് പോകാതെ കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് അതിന്റെ വെള്ളവും അതിന്റെ ഭക്ഷണവും കഴിച്ച് പ്രയാസപ്പെടാൻ വേണ്ടി, ഓ കൂട്ടരെ, ബുദ്ധി നൽകപ്പെട്ട വർഗമേ, അയ്യുഹസ്സകലാൻ, പ്രബലരായ രണ്ട് വിഭാഗമേ, എന്താണ് നിങ്ങൾ ഈ നരകത്തിലേക്ക് തന്നെ കൂട്ടം കൂട്ടമായി വരുന്നത്? അലം യഅതികും റസൂലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ. അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതി അതിന് വിശദീകരണം നൽകുന്ന, കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന, വേദനയേറിയ ഈ ഒരു ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്ന പ്രവാചകന്മാർ വന്നിട്ടില്ലായിരുന്നോ? അവരൊക്കെ വന്നിട്ടും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടും വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും എല്ലാം ഉണ്ടായിട്ടും എന്താണ് കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് വരാനുള്ള കാരണം? അവർ പറയും, ഖാലൂ ബല, അതെ, പക്ഷേ വലാകിന ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ. കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം, പടച്ചറബിനെ നിഷേധിച്ച പ്രവാചകനെ നിഷേധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം വചനം സ്ഥിരപ്പെട്ടു പോയി, ഞങ്ങൾ നരകത്തിന്റെ ആളുകൾ തന്നെ എന്ന് ദുഃഖത്തോടുകൂടി പറയേണ്ടുന്ന ഒരു ഗതികേട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മലക്കുകൾ അഭിസംബോധന ചെയ്യുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന് ഉത്തരം ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആഹ്വാനം സ്വീകരിക്കുക, പ്രവാചകന്റെ വചനങ്ങളെ പിൻപറ്റുക. അല്ല, 20ാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ചോദിക്കും. വയൗമ യുനാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കും ഖിയാമത്ത് നാളിൽ. ഫയഖൂൽ, എന്നിട്ട് റബ്ബ് ചോദിക്കും, മാദാ അജബ്തുമുൽ മുർസലീൻ, നിങ്ങളിലേക്ക് ഞാൻ കുറച്ച് റസൂലുകൾ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്തുത്തരാ കൊടുത്തത്? അവർ നിങ്ങളെ വിളിച്ചപ്പോൾ എന്ത് ഉത്തരമാണ് നിങ്ങൾ നൽകിയത്? അവർ നിങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്തപ്പോൾ എന്ത് ഉത്തരമാണ് നിങ്ങൾ നൽകിയത്? പ്രവാചക വചനങ്ങൾ നിങ്ങൾക്ക് എമ്പാടും യഥേഷ്ടം വന്നെത്തിയപ്പോൾ, അതിന്റെ പരമ്പരകളിലൂടെ നിങ്ങളുടെ കാതുകളിലെത്തിയപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിച്ചത് എന്ന് ഖിയാമത്ത് നാളിൽ അല്ലാഹു മാനവ സമൂഹത്തെ വിളിച്ചിട്ട് ചോദിക്കും. വയൗമ യുനാദീഹിം
ഫയഖൂലു മാദാ അജബ്തുൽ മുർസലീൻ. സൂറത്തുൽ ഖസസിലെ വചനം. നിങ്ങൾ അമ്പിയാക്കൾക്ക് എങ്ങനെയാണ് നിങ്ങൾ അമ്പിയാക്കളോട് പ്രതികരിച്ചിട്ടുള്ളത്? എങ്കിൽ പ്രിയപ്പെട്ടവരെ, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കില്ല എന്നാണോ നമ്മൾ കരുതിയത്? എങ്കിൽ ആ ധാരണ തെറ്റാണ്. അല്ലാഹു നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. റഹ്മത്തായി, ദാഇയായി, സിറാജായി, മുനീറായി, മുബശ്ശിറായി, നദീറായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയെ നമുക്ക് തന്നു. റഊഫായ, റഹീമായ, ഹരീസായ, അസീസായ ഒരു പ്രവാചകനെ നമുക്ക് നൽകിയിട്ട് ആ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റാൻ, ആ പ്രവാചകന്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കാൻ, ആ പ്രവാചകന്റെ ഹദീസുകൾ പഠിക്കുവാൻ, ആ പ്രവാചകന്റെ ജീവിതത്തിലെ മുഴുവൻ മേഖലകളിൽ അനുധാവനം ചെയ്യുവാൻ എന്താണ് നമുക്ക് തടസ്സമുണ്ടായത്? അല്ലെങ്കിൽ എന്താണ് നമുക്ക് തടസ്സം? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുഴുവൻ ഒഴിഞ്ഞു വെച്ചത് ഈ മഹത്തായ സത്യം നമ്മൾ ഉൾക്കൊള്ളാനാണ്. അത് ഉൾക്കൊള്ളാതിരുന്ന ആളുകളെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഇങ്ങനെ വരെ പറഞ്ഞു, വഇൻ കാന കബറ അലൈക യറാമുഹും ഫൈൻ ഇസ്തതഅത അൻ തബ്തഗി നഫഖൻ ഫിൽ അർദി ഔ സുല്ലമൻ ഫിസ് സമാഇ ഔ തഅതിയും ബിആയ വലൗ ശാ അല്ലാഹു ലജമഅഹും അലൽ ഹുദാ ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ. നബിയേ, ഇവർ അവഗണിക്കുന്നത് കണ്ട് താങ്കൾക്ക് വല്ലാതെ ബേജാറുണ്ടെങ്കിൽ ആകാശത്തേക്ക് കയറിപ്പോയിട്ടോ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടോ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്നവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നോക്ക്. എന്നാൽ നടക്കില്ല. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഹിദായത്ത് ലഭിച്ചേനെ. അതുകൊണ്ട് താങ്കൾ വിഡ്ഢികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ആശ്വസിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം കാണിച്ച റഹ്മത്ത് അതായിരുന്നു. കൈകളിൽ കെട്ടിയ തമീമത്ത് വലിച്ചു പൊട്ടിച്ച് വലിച്ചെറിഞ്ഞപ്പോ അത് പ്രവാചകന്റെ റഹ്മത്തായിരുന്നു. ഒട്ടകത്തിന്റെ കഴുത്തിൽ കെട്ടിയ മണിനാദമുണ്ടാകുന്ന ശബ്ദത്തെ പിടിച്ച് വലിച്ചെറിഞ്ഞപ്പോ അത് പ്രവാചകന്റെ റഹ്മത്തായിരുന്നു. ഉയർന്നു നിൽക്കുന്ന ഖബറുകളും ചിത്രങ്ങളും ഇല്ലാതെയാക്കിയത് പ്രവാചകന്റെ റഹ്മത്തായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ അത് പ്രവാചകന്റെ റഹ്മത്തായിരുന്നു. അല്ലേ, മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ ആരാധിക്കരുത് എന്ന് പറഞ്ഞപ്പോ അത് റഹ്മത്തായിരുന്നു. അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ച് തേടരുത് എന്ന് പറഞ്ഞപ്പോ അത് റഹ്മത്തായിരുന്നു. കള്ളു കുടിക്കരുത് എന്ന് പറയുമ്പോഴും, വ്യഭിചരിക്കരുത് എന്ന് പറയുമ്പോഴും, പലിശ വാങ്ങരുത് കൊടുക്കരുത് എന്ന് പറയുമ്പോഴും, കച്ചവടത്തിൽ നിങ്ങൾ കൃത്രിമത്വം കാണിക്കരുത് എന്ന് പറയുമ്പോഴും, കളവ് പറയരുത് എന്ന് പറയുമ്പോഴും, ചതിക്കരുത് എന്ന് പറയുമ്പോഴും, വഞ്ചിക്കരുത് എന്ന് പറയുമ്പോഴും, പരിഹസിക്കരുത് എന്ന് പറയുമ്പോഴും എല്ലാം പ്രവാചകന്റെ കാരുണ്യമായിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ നാളെ വരാനിരിക്കുന്ന ഒരു ലോകത്തിലെ വിധികർത്താവ് അല്ലാഹു അല്ലയോ? മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ പറയുന്നത് റബ്ബിനെ കുറിച്ചല്ലയോ? മാലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈ. മുഹമ്മദ് നബിയെ, അവരുടെ വിചാരണ നോക്കാൻ താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല, താങ്കളുടെ വിചാരണ അവരെയും ഏൽപ്പിച്ചിട്ടില്ല. മറിച്ച് മാനവ സമൂഹത്തെ മുഴുവൻ വിചാരണ ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുങ്ങി പുറപ്പെട്ടവരും സനഫറുഗു ലക്കും അയ്യുഹസ് സഖലാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പ്രബലരായ രണ്ട് വിഭാഗമേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മെനക്കെട്ട് വരിക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാനുള്ളത് എന്ന് റബ്ബിന്റെ ചോദ്യം. അതുകൊണ്ട് കാരുണ്യത്തിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധി മനസ്സിലാക്കുക, ഖുർആനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കുക. പ്രവാചകന്റെ ദൗത്യം പ്രവാചകൻ നിർവഹിച്ചു. അല്ലാഹു സാക്ഷിയാണ്. ഹജ്ജത്തുൽ വദായിൽ 1,00,000-ലധികം വരുന്ന സ്വഹാബികളെ സാക്ഷി നിർത്തിയിട്ട് ഹൽ ബല്ലഗതുകും എന്ന് ചോദിച്ചപ്പോ ബലാ യാ റസൂലല്ലാഹ് എന്നാണ് ആ സമൂഹം അതിന് മറുപടി നൽകിയിട്ടുള്ളത്. ഇനി ദൗത്യം നമ്മുടേതാണ്. ഇനി നമ്മുടെ ദൗത്യമാണ് അവശേഷിക്കുന്നത്. അതാ പ്രവാചകനെ പിൻപറ്റലും പ്രവാചകനെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കലുമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ റസൂലായി അംഗീകരിക്കാത്ത ഏതെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ അവർ അറിയുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുക, മനസ്സിലാക്കുക. കോടാനുകോടി മനുഷ്യന്മാർ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും 14 നൂറ്റാണ്ട് പിന്നിട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ആ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് രാവുപകൽ ഒരുപോലെ ചർച്ച ചെയ്യുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ പ്രവാചകനാവാതിരിക്കാൻ തരമില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തൊരു നേതാവും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ലോകത്തൊരു നേതാവിനെയും ഒരു അനുയായികളും ഈ രൂപത്തിൽ അനുധാവനം ചെയ്യുകയോ പിൻപറ്റുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടറിയുക, അദ്ദേഹം കേവലം മറ്റുള്ള ആളുകളെ പോലെ സമൂഹത്തിൽ ഉണ്ടായ ഒരു നേതാവായിരുന്നെങ്കിൽ ഈ ഒരു സ്വീകാര്യത, ഈ ഒരു ചർച്ച, ഈ രൂപത്തിലുള്ള ഒരു കാര്യം ലോകത്തുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടറിയുക, അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനാകുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥൻ പറഞ്ഞയച്ച ദൈവദൂതനാകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കൽ അനിവാര്യമാണ്. പഠിച്ചതിന് ശേഷം അദ്ദേഹത്തെ പിൻപറ്റലും അനിവാര്യമാണ്. ഈ ആഹ്വാനമാണ് മഹത്തായ ഈ ഒരു സമ്മേളനത്തിൽ എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ ഒത്തുകൂടൽ ഒരു പുണ്യക്രമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നിന്ന് കേട്ടുപഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇതുപോലെയുള്ള അവസരങ്ങൾ ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അത്തരം അവസരങ്ങളെ പൂർണ്ണമായും അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുക എന്ന ആത്മാർത്ഥമായ ലക്ഷ്യത്തോടു കൂടി ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഈ അവസരം നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള അർഷദ് ഖാനും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിനും അതുപോലെയുള്ള ഏതെല്ലാം ആളുകൾ ഇതിന് സഹായവും സഹകരണവും പ്രോത്സാഹനവും നൽകിയിട്ടുണ്ടോ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. വീണ്ടും ഭാവിയിലും ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അവർക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുവിനെയും റസൂലിനെയും യഥാവിധി പിൻപറ്റി മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹുകളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അലീം, ഇതാകുന്നു ഏറ്റവും മഹത്തായ വിജയവും ഭാഗ്യവും എന്ന് പറയാൻ നമുക്ക് ആ ലോകത്ത് വെച്ച് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.